എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. ആ ഓക്കേ ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആനിമൽ കിങ്ഡത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെ ഓരോ കാറ്റഗറി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃഗങ്ങളെ ഓരോ കാറ്റഗറികളായിട്ടും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സെൽസുകളുടെ അറേഞ്ച്മെന്റ് ആണ്, അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. അപ്പോ ചില ജീവികളുടെ ശരീരത്തിൽ കുറച്ച് സെൽസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സെൽസുകളായിരിക്കും അവരുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ജോലിയും ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ സെല്ലുലാർ ലെവൽ എന്ന് പറയും. സെല്ലുലാർ ലെവൽ. സെൽസുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ടിഷ്യൂ എന്നാ വിളിക്കുക. ഇപ്പൊ ചില മൃഗങ്ങളുടെ ശരീരത്തിൽ, ചില ജീവജാലങ്ങളുടെ ശരീരത്തിൽ സെൽസുകൾ കൂടി ചേർന്നിട്ട് ടിഷ്യൂസുകളായിരിക്കും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ചില ജീവജാലങ്ങൾക്ക് ഓർഗൻസുകളാവും ഉണ്ടാവുക. ചില ജീവജാലങ്ങൾക്ക് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. അപ്പൊ മനുഷ്യൻ എന്നുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഓർഗാനിസത്തിന് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. അപ്പോ സെൽസുകളുടെ അറേഞ്ച്മെന്റ്സിൽ പല തരമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തേതാണ് ബോഡി സിമ്മട്രി. ചില ജീവജാലങ്ങളെ നമുക്ക് ഏത് പ്ലെയിനിലും കട്ട് ചെയ്തിട്ട് ഈക്വൽ ഹാഫ്സുകളാക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിനെ നമ്മൾ റേഡിയൽ സിമ്മട്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റാർ ഫിഷിനൊക്കെ എന്താ ഉള്ളത്? റേഡിയൽ സിമ്മട്രി ആണുള്ളത്. നമ്മുടെ സ്റ്റാർ ഫിഷിനൊക്കെ ഉള്ളത് റേഡിയൽ സിമ്മട്രിയാണ്. മറിച്ച് നിങ്ങൾ കണ്ട ഇത് ക്രാബ് ആണ് അല്ലെ? ഈ ക്രാബിനുള്ളത് ബൈലാറ്ററൽ സിമ്മട്രി. ബൈലാറ്ററൽ സിമ്മട്രി. ഓക്കെ, ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരൊറ്റ പ്ലെയിനിൽ കട്ട് ചെയ്തിട്ട് ഈക്വൽ ഹാഫ്സുകളാക്കി കിട്ടുന്നതിനെയാണ് ബൈലാറ്ററൽ സിമ്മട്രി. അപ്പൊ ഓരോ ജീവജാലങ്ങളെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് പെടുത്തുന്നതിൽ ഒരു അടിസ്ഥാനമാണ് എന്ത്? ഈ സിമ്മട്രി എന്ന് പറയുന്നത്. സിമ്മട്രി പറഞ്ഞാൽ ഒന്നുമല്ല, ഏത് പ്ലെയിനിലാണോ മുറിച്ചിട്ട് നമുക്ക് ഈക്വൽ ഹാഫ്സുകളാക്കി കിട്ടുന്നത്, ഈക്വൽ ഹാഫ്സുകളാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സിമ്മട്രി എന്ന് പറയുന്നത്. ബോഡി സിമ്മട്രി എന്ന് പറയും. ചിലവരെ നമുക്ക് ഏത് പ്ലെയിനിലും കട്ട് ചെയ്തിട്ട് ഈക്വൽ ഹാഫ്സുകൾ ഉണ്ടാക്കാം. ചില ആളുകളെ നമുക്ക് ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയും. ഓക്കെ, ഇനി മക്കൾക്ക് കേൾക്കാനുണ്ടാ? ആ കേൾക്കാണ്ട്. കേൾക്കാനുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അടുത്തതാണ് റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ചില ജീവജാലങ്ങൾ നമുക്ക് അവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കടലിന്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്ന ഒരു ജീവിയാണിത്. സ്പോഞ്ച് എന്ന് പറയും. സ്പോഞ്ച്, സ്പോഞ്ച് പോലെ ഉണ്ട് അല്ലേ? ഇവരുടെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ഈ സ്പോഞ്ചുകൾക്ക് എന്തില്ല? സിമ്മട്രി ഇല്ല. ഇവരെ നമ്മൾ ഏത് ഹാഫിലും കട്ട് ചെയ്താലും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടില്ല. ഇങ്ങനത്തെ ജീവികളെ നമ്മൾ അസിമെട്രിക്കൽ ആണെന്ന് പറയും. ഈ ജീവജാലങ്ങളൊക്കെ നമ്മൾ അസിമെട്രിക്കൽ ആണെന്ന് പറയും. സോ എനി പ്ലെയിൻ ദാറ്റ് പാസസ് ടു ദ സെന്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻ ടു ഈക്വൽ ഹാഫ്സ്. അപ്പൊ ഈക്വൽ ഹാഫ്സുകളാക്കി തരാൻ പറ്റാത്ത ആളുകളെ നമുക്ക് അസിമെട്രി എന്ന് പറയാം, അസിമെട്രിക്കൽ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത്, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഓർഗനൈസേഷൻ. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോ ഏതെങ്കിലും ഒരു ജീവജാലം അവരുടെ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഇൻ കേസ് അവരുടെ ശരീരത്തിൽ രണ്ട് ലെയറുകളാണ്, എൻഡോഡേമും എക്ടോഡേമും സെന്ററിൽ മീസോഗ്ലിയ എന്നുള്ള ജെൽ ലൈക്ക് സബ്സ്റ്റൻസും ആണെങ്കിൽ നമുക്ക് അവരെ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, മറിച്ച് ചില ജീവജാലങ്ങൾ, ഫോർ എക്സാമ്പിൾ മനുഷ്യന്മാരൊക്കെ എംബ്രിയോണിക് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു എൻഡോഡേം ഉണ്ടായിരിക്കും, അവർക്കൊരു എക്ടോഡേം ഉണ്ടായിരിക്കും, മിഡില് മീസോഡേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ലെയർ ഉണ്ടാവും. അങ്ങനെ എൻഡോഡേമും എക്ടോഡേമും മീസോഡേമും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ട്രിപ്ലോബ്ലാസ്റ്റിക്. അറ്റ് ദ സെയിം ടൈം എൻഡോഡേമും എക്ടോഡേമും മീസോഗ്ലിയയും ആണെങ്കിൽ നമ്മൾ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഡിപ്ലോബ്ലാസ്റ്റിക്.
രണ്ട് ഓർഗനൈസേഷൻസ് ആണുള്ളത്, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. പല ജീവജാലങ്ങളും പല ഓർഗനൈസേഷനാണ്. നമ്മൾ ഓരോ ഫൈലങ്ങൾ പഠിക്കുമ്പോൾ, ഓരോ ഡിവിഷൻസുകൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, ഇനി നാലാമത്തതാണ് സീലം. ഓക്കെ, ചില ആളുകൾക്ക് എക്ടോഡേം ഉണ്ട്, അല്ല എൻഡോഡേം ഉണ്ട്, എക്ടോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. ഈ മീസോഡേമിന്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചോ, ബോഡി ക്യാവിറ്റി. ദ ബോഡി ക്യാവിറ്റിക്ക് എന്തുണ്ട്, ഈ മീസോഡേം ചുറ്റുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് സീലോമൈറ്റ്സ് എന്ന സീലോമൈറ്റ്സ്. ഓക്കെ, ചില ആളുകൾക്ക് എന്തുണ്ട്, അവരുടെ മീസോഡേം ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചുകൾ പോലെ ഇരിക്കുന്നത്. അവരെ നമ്മൾ വിളിക്കുന്നത് സ്യൂഡോസീലോമൈറ്റ്സ്. ഈ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് സ്യൂഡോസീലം. അപ്പൊ മീസോഡേം പൗച്ചുകൾ, സ്കാറ്റേർഡ് പൗച്ചുകളുടെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്യൂഡോസീലോമൈറ്റ്സ് എന്ന് പറയും. സ്യൂഡോസീലം എന്ന് പറയും. ആർക്കൊക്കെയാണോ സ്യൂഡോസീലം ഉള്ളത് അവരെ നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയും. സ്യൂഡോസീലോമേറ്റ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ചത് ഇത് അല്ലെ. ചില ആളുകൾക്ക് എന്തില്ല, ഇവർക്ക് എൻഡോഡേം ഉണ്ട്, എക്ടോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. ഈ മീസോഡേമിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കാണാനുണ്ടോ, ബോഡി ക്യാവിറ്റി കാണാനുണ്ടോ? ഇല്ലല്ലോ. ബോഡി ക്യാവിറ്റി കാണാത്തത് കൊണ്ട് തന്നെ ഇവരെ നമുക്ക് അസീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. സീലമുള്ളവര് സീലോമേറ്റ്സ് എന്ന് പറയും. സീലങ്ങളും മീസോഡേം സ്കാറ്റേർഡ് പൗച്ചുകളായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സീലമില്ലാത്തവരെ, നമ്മുടെ മീസോഡേമിന്റെ അകത്ത് ക്യാവിറ്റി, ബോഡി ക്യാവിറ്റി കാണാത്തവരെ നമ്മൾ അസീലോമേറ്റ്സ് എന്ന് പറയും. നോ സീലം, അസീലോമേറ്റ്സ് എന്ന് പറയും. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സെന, ഇസ കേൾക്കാവോ? ആ ഹലോ, കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി അപ്പൊ ആ ഒരിക്കൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. 3 ഫിഗർ തന്നിട്ടുണ്ട്, നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണ്. ഇത് ഏത് സീലമാ? ഇത് സീലം എന്നുള്ള കണ്ടീഷനാണ് അല്ലേ. ഇത് സ്യൂഡോസീലം എന്നുള്ള കണ്ടീഷനാണ്. ഇത് അസീലം എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോ ഡയഗ്രാം ബേസ്ഡ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ. ക്ലിയർ ആവുന്നില്ല. ഹലോ, കേൾക്കാവോ? ഹലോ മക്കളെ, കേൾക്കാവോ? ഹലോ, ഹലോ, ആ കേൾക്കുന്ന, ഇടക്ക് ക്ലിയർ ആവുന്നില്ല. ആണോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ ഹലോ,